വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. എടക്കൽ ഭജനമഠം ഭാഗത്ത് പ്രദേശവാസി കടുവയെ കണ്ടു. ജാഗ്രത പുലർത്താൻ വനം വകുപ്പ് നിർദ്ദേശം നൽകി. രതീഷ് വാസുദേവൻ ചേർന്നു. രതീഷ്, എത്ര മണിയോടുകൂടിയായിരുന്നു കടുവയെ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ? വനം വകുപ്പ് എന്ത് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ? അപർണ, നിലവിൽ നേരത്തെയും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശം തന്നെയാണിത്. എടക്കൽ ഈ ഭാഗത്ത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഇതിന് ഏതാനും കിലോമീറ്റർ മാറി മാത്രമാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്, മറ്റൊരു കടുവയെ. അതുപോലെ തന്നെ കടുവയുടെ സാന്നിധ്യം നിരന്തരം പല രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട മേഖലയാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു കടുവ ആ പ്രദേശത്തുണ്ട് എന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടുവയുടെ സഞ്ചാരം തുടരുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. 8 മണിയോടെയാണ് ഈ ഭജനമഠം റോഡിൽ ഇവിടുന്ന് നേരത്തെ കടുവയുടെ സാന്നിധ്യം കണ്ട പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി ആണ് ഈ പ്രദേശമുള്ളത്. ഈ പ്രദേശത്ത് കടുവയെ നേരിട്ട് ആ പ്രദേശവാസി കാണുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പേടിച്ച് വീണതിനെ തുടർന്ന് അദ്ദേഹത്തിന് പരിക്ക് ഉൾപ്പെടെ ഏറ്റിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് വലിയ ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത നേരത്തെയും വനംവകുപ്പ് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ജാഗ്രത പുലർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നാളെയായിരിക്കും പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്താൻ സാധ്യതയുള്ളത്. ഇപ്പോൾ പ്രദേശത്ത് ജാഗ്രത പുലർത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം കൂടുതൽ സ്ഥിരീകരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ആശങ്ക ഈ പ്രദേശത്ത് അത് തന്നെ രതീഷ്, ജനങ്ങളുടെ ആശങ്ക വീണ്ടും കടുവയെ കാണുമ്പോൾ അത് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത് ഈ സമയത്ത്? സാധാരണ ഈ പ്രദേശത്ത് കടുവയെ പിടികൂടാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങളാണ് ആദ്യം ഉന്നയിച്ചത്. കാരണം ഈ കടുവ പ്രായം കുറഞ്ഞ കടുവയായതുകൊണ്ട് തന്നെ വനം വകുപ്പിന് ഇതിനെ മയക്കുവെടി വെക്കുന്നതിനോ കൂട് വെച്ച് പിടികൂടുന്നതിനോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പക്ഷേ എന്നാലും ജനങ്ങളുടെ വല്ലാതെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിൽ ആണ് ഇപ്പോൾ പ്രദേശത്ത് കൂട് വെച്ചുകൊണ്ട് കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. എന്നാലും ഇതിനിടയിലാണ് മറ്റൊരു കടുവ കുരുക്കിൽപ്പെട്ട് ചത്തത്. അതിന്റെ കൂടെയുള്ള മറ്റൊരു കുട്ടിക്കടുവയാണ് ഈ പ്രദേശത്ത് ഉള്ളതെന്നാണ് വനംവകുപ്പ് സംശയം പറയുന്നത്. ആ കടുവ തന്നെ ആവാം ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ആളുകളുടെ ആശങ്ക, കഴിഞ്ഞ ദിവസവും മറ്റു പലയിടങ്ങളിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക തുടരുന്നു എന്നതാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയ തലവേദന. വനംവകുപ്പിനും അത് തുടർ തലവേദനകളായി മാറുന്നു. അതുകൊണ്ട് കൂടുതൽ വന്യമൃഗങ്ങളെ കൂടുവെച്ച്, ഇത്രയും ആശങ്ക വരുന്ന വന്യമൃഗങ്ങളെ കൂടുവെച്ച് പിടികൂടി മാറ്റുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. വനം വകുപ്പും അതിനുവേണ്ടിയായിരിക്കും വരും ദിവസങ്ങളിൽ ശ്രമിക്കുക. പക്ഷെ എന്തായാലും ഈ ആശങ്കയ്ക്ക് കൃത്യമായ ശാശ്വത പരിഹാരമില്ല എന്നതാണ് വനം വകുപ്പിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഏറെ കുഴക്കുന്ന ഒരു വിഷയം. അപർണ, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് എടക്കൽ ഭജനമഠം ഭാഗത്താണ് കടുവയെ കണ്ടത്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം പുലർത്താനാണ് നിർദ്ദേശം.